ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സജി റൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 250 ഗ്രാം അച്ചിങ്ങാപ്പയർ ഞാനിവിടെ എടുത്ത് വാലും തലയൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ ഈ പയർ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഇതുപോലെ 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റവ്വയിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന അച്ചിങ്ങാപ്പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് സമയം നമുക്കിത് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണ്. ഒരുപാടങ്ങ് വെന്ത് പോവരുത്. ഈ പരുവമാകുമ്പോഴേക്കും നമുക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ. സവാള ചേർത്ത് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സവാള വെന്തങ്ങ് കുഴഞ്ഞു പോവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സമയം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിച്ച് കരിയാതെ നോക്കണം. അച്ചിങ്ങാപ്പയറും ഉള്ളിയും നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മൂത്ത് കിട്ടും. 1 മിനിറ്റ് സമയം പോലും ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടി അറിയിക്കണേ. കുറച്ച് കറിവേപ്പില നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കടുക് പൊട്ടി വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ മണമൊക്കെ കറിവേപ്പിലയുടെ മണം നല്ലൊരു മണമൊക്കെ ഇതിൽ പിടിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ കളർ മാറിപ്പോയി. ഈ സമയം നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. നല്ല കളറായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും.